എന്താ എന്തു പറ്റി? എനിക്ക് പൊക്കോൺ തിന്നാൻ പറ്റുന്നില്ല, വേദന എടുക്കുന്നു. സാരമില്ല, അത് പല്ലുവേദനയായിരിക്കും. നമുക്ക് ദന്ത ഡോക്ടറെ കാണിക്കാം. ദന്ത ഡോക്ടറോ? അതെന്ത് ഡോക്ടറാണ്? പല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമ്മൾ ദന്ത ഡോക്ടറെയാണ് കാണേണ്ടത്. അതുപോലെ എല്ലാ അസുഖങ്ങൾക്കും ഓരോ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ഉണ്ട്. പണ്ട് നീ കുഞ്ഞായിരുന്നപ്പോൾ നിന്നെ ആ ഡോക്ടറെ കാണിച്ചിട്ടുണ്ട്. അന്ന് കാണിച്ച ഡോക്ടറാണോ? എന്നാൽ ഞാനില്ല. ആ ഡോക്ടർ അന്ന് എന്റെ 2 പല്ലാണ് എടുത്തുകൊണ്ട് പോയത്. അന്ന് നിന്റെ മുന്നിലുള്ള 2 പല്ലുകൾ ഇളകിയിരിക്കുകയായിരുന്നു. ആരെയും തൊടാൻ പോലും അനുവദിച്ചിരുന്നില്ല. നല്ല കരച്ചിലും. അതുകൊണ്ടാണ് അന്ന് ആ ഡോക്ടറെ പോയി കണ്ടത്. ഡോക്ടർ അന്ന് പല്ല് പറിച്ചു തന്നപ്പോൾ പിന്നീട് വേദനിച്ചിരുന്നോ? ഇല്ല. അതാ അമ്മ പറഞ്ഞത്, നമ്മുടെ ഡോക്ടറെ പോയി കാണിക്കാമെന്ന്. ഇല്ലെങ്കിൽ ടോമിക്ക് പിന്നെ ഒന്നും കഴിക്കാൻ പറ്റാതെയാവും. സ്കൂളിലും പോകാൻ പറ്റില്ല. സ്കൂളിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല, കഴിക്കാതെ ഇരിക്കാൻ പറ്റില്ല. വാ, നമുക്ക് ഡോക്ടറെ കാണിക്കാൻ പോവാം. എന്തു പറ്റി? വീണ്ടും പല്ലുവേദന വന്നോ? അതെ ഡോക്ടർ, ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. ഈ പല്ലുവേദന വരാതിരിക്കാൻ എന്താ ചെയ്യുക? പല്ലുവേദന വരാതിരിക്കാൻ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ടോമി. ദിവസത്തിൽ നമ്മൾ 2 തവണ പല്ല് തേക്കണം. 2 തവണയോ? അമ്മയും പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാ ഡോക്ടർ 2 തവണയൊക്കെ പല്ല് തേക്കുന്നത്? ടോമി ഒരു ദിവസം എത്ര നേരം ഫുഡ് കഴിക്കും? അത് പിന്നെ വിശന്നാൽ നമ്മളല്ലാതെ ആവില്ലേ ഡോക്ടർ? അതുകൊണ്ട് വിശക്കുമ്പോഴൊക്കെ കഴിക്കും. അപ്പോൾ അങ്ങനെ കഴിക്കുന്ന ഭക്ഷണങ്ങൾ പല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കില്ലേ? അതുകൊണ്ടാണ് പറയുന്നത് ദിവസത്തിൽ 2 തവണ പല്ല് തേക്കണമെന്ന്. മനസ്സിലായോ? മനസ്സിലായി ഡോക്ടർ. കൈകൾ കഴുകിയില്ലെങ്കിൽ അണുക്കൾ വയറിലെത്തി വയറുവേദന വരുമെന്ന് പഠിച്ചിട്ടില്ലേ? അതുപോലെ തന്നെയാണ് പല്ലു തേച്ചില്ലെങ്കിൽ പല്ലുകൾക്കുള്ളിൽ അണുക്കൾ വന്ന് പല്ലുവേദന വരുന്നതും. ആ അണുക്കളെ നമുക്ക് എന്തുകൊണ്ടാണ് കാണാൻ കഴിയാത്തത് ഡോക്ടർ? അണുക്കൾ വളരെ ചെറുതാണ്, നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയില്ല. ഫുഡിന്റെ അവശിഷ്ടങ്ങൾ പല്ലുകൾക്കിടയിൽ കുറെ കാലം കിടന്നാൽ ആ അണുക്കൾ വന്ന് ആ ഫുഡ് വേസ്റ്റ് കഴിക്കും. അയ്യോ, അപ്പോ ആ അണുക്കൾ അവിടെ കിടന്ന് തടിച്ചു കൊഴുക്കില്ലേ? ടോമി പേടിക്കണ്ട. ഇതുകൊണ്ടാണ് ദിവസവും 2 നേരം പല്ല് തേക്കണമെന്ന് പറഞ്ഞത്. മനസ്സിലായോ? മനസ്സിലായി ഡോക്ടർ. എന്നാൽ വാ, ഞാനൊന്ന് നോക്കട്ടെ എന്താണ് നിന്റെ പല്ലിന് പറ്റിയതെന്ന്. ഏത് ഭാഗത്താണ് വേദന? ദാ ഇവിടെ താഴെ ഇടതുഭാഗത്ത്. ഒരു പല്ല് കേടാണല്ലോ, കറുത്ത പാട് വന്നിട്ടുണ്ട്. കറുത്ത പാടോ? അതെങ്ങനെ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പല്ലിലെ ഫുഡിന്റെ അവശിഷ്ടങ്ങൾ തിന്നുന്ന അണുക്കളെ പറ്റി. അവർക്ക് കൂടുതൽ ഇഷ്ടം മധുരമുള്ള ഭക്ഷണങ്ങളാണ്. അതായത് ഈ ബിസ്ക്കറ്റ്, ചിപ്സ്, മിഠായി പോലുള്ളവ. ടോമി ഇവ കൂടുതലായി കഴിക്കാറുണ്ടോ? അത് പിന്നെ കഴിച്ചാൽ ഇനിയും ഇതുപോലെ എന്റെ അടുത്തേക്ക് വരേണ്ടി വരും. അപ്പോൾ എനിക്ക് പല്ല് പറിക്കേണ്ടി വരും. ഇല്ല ഡോക്ടർ, ഞാൻ ഇനി മുതൽ മധുരമുള്ള ഭക്ഷണം അധികം കഴിക്കില്ല. ദിവസവും 2 തവണ പല്ലും തേക്കും. ഗുഡ് ബോയ്. ഇപ്പോൾ ഞാൻ വേദനയ്ക്കുള്ള മരുന്ന് തരാം. ഇനി ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. താങ്ക് യു ഡോക്ടർ. മിന്നി മിന്നി പാറി നടക്കണ വിന്നാ മിന്നി
കാട്ടിൽ ഒരു കുരങ്ങൻ ഭാഗവതർ ജീവിച്ചിരുന്നു. ആ കാട്ടിലെ വലിയ പാട്ടുകാരനായിരുന്നു കുരങ്ങൻ ഭാഗവതർ. സംഗീതമേ അമര സല്ലാപമേ, സംഗീതമേ അമര സല്ലാപമേ, മണ്ണിനും വിണ്ണിൻ്റെ വരദാനമേ, വേദനയെ പോലും വേദാന്തമാക്കുന്ന നാദാനുസാധാന കൈവല്യമേ, സംഗീതമേ അമര സല്ലാപമേ. അറിവാ, എന്താ താളം, എന്താ ഭാവം. അല്ല, ആരിത്? എന്താണ് ഈ പാവം ഭാഗവതരുടെ വീട്ടിലേക്കൊക്കെ? ഇങ്ങോട്ടുള്ള വഴിയൊക്കെ അറിയാമോ? അതെന്താ ഭാഗവതരെ അങ്ങനെ ഒരു വർത്തമാനം? പണ്ട് നടന്നതൊന്നും അത്ര എളുപ്പം മറക്കുന്നവനല്ല ഈ കുരങ്ങൻ ഭാഗവതർ. അത് വിവരമില്ലാത്ത സമയത്ത് എന്തെങ്കിലും പറഞ്ഞുവെന്ന് വെച്ച് ഭാഗവതർ ഇപ്പോഴും അതെല്ലാം മനസ്സിൽ വെച്ച് നടക്കുകയാണോ? ഞാൻ പണ്ട് മഞ്ചാടിപ്പാറയുടെ മുകളിൽ വെച്ച് പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോ എന്നെ കളിയാക്കി വിട്ടവരെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് ഞാൻ നാട് വിട്ടതുകൊണ്ട് ഞാൻ ഇന്ന് ഈ നിലയിലായി. ഒന്നും മറക്കില്ല രാമ. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഞങ്ങൾ കുരങ്ങുകൾക്ക് മരത്തിൽ കയറി മലക്കം മറിയാൻ മാത്രമല്ല പാടാനും അറിയാമെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ? പാടാൻ അറിയാമെന്ന് മനസ്സിലായി. മലക്കം അറിയാൻ അറിയോ? കാണട്ടെ. ഏതാ ഇവൻ? എന്റെ മകനാണ്. കുറച്ച് വികൃതി ഉണ്ടെന്നേ ഉള്ളൂ. ഭാഗവതരുടെ ശിഷ്യനാക്കാൻ കൊണ്ടുവന്നതാ. എന്റെ ശിഷ്യനാക്കാനോ? അതെ, പറ്റില്ല എന്ന് മാത്രം പറയരുത്. മഹാവികൃതിയും കുസൃതിക്കാരനുമായ ഇവനെ മിടുക്കനാക്കി എടുക്കാൻ അങ്ങയ്ക്ക് സാധിക്കും, അതെനിക്ക് ഉറപ്പുണ്ട്. പിന്നെ അങ്ങയുടെ പാട്ടും കൂടിയായ പിന്നെ അവനെ തോൽപ്പിക്കാൻ ഈ കാട്ടിൽ ആർക്കും കഴിയില്ല. അല്ല, അത് ഈ കാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. നിനക്ക് വേറെ ഒരു കാര്യം അറിയാമോ? ഇല്ല, എന്താ? 12 കൊല്ലം കുഴലിലിട്ട് നിവരാത്ത ഒരു നായയുടെ വാൽ ഞാൻ എന്റെ ഒറ്റ പാട്ടുകൊണ്ട് നിവർത്തിയെടുത്തിട്ടുണ്ട്. ഓ, ഭയങ്കരം തന്നെ. പാട്ട് കേട്ട് നായ വടിയായി കാണും. അപ്പോ വാല് വടി പോലെ നിന്നു. ഇതല്ലേ സത്യം? യവനെ ഞാൻ ക്ഷമിക്ക് ഭാഗവതരെ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ ഇവന് മഹാവികൃതിയാ. ഭാഗവതർ തന്നെ വേണം ഇവനെ നന്നാക്കി എടുക്കാൻ. സ്വന്തം കുഞ്ഞിനെ പറ്റിയുള്ള നിങ്ങളുടെ സങ്കടം ഞാൻ മനസ്സിലാക്കുന്നു. ധൈര്യമായി പോവുക. ആമക്കുട്ടനെ ഒരു ശിഷ്യനായി ഞാൻ ഇവിടെ നിർത്തി അവനെ മിടുക്കനാക്കുന്ന കാര്യം ഈ ഭാഗവതർ ഏറ്റു. എന്താ പോരെ? ഇതും പറഞ്ഞ് അച്ഛനാമ്മ അവിടെ നിന്നും നടന്നുപോയി. അച്ഛൻ തന്നെ തനിച്ചാക്കി പോകുന്നത് സങ്കടത്തോടെ നോക്കി നിന്നു നമ്മുടെ ആമക്കുട്ടൻ. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഓ, പണിയെടുത്ത് മടുത്തു. രാവിലെ തന്നെ ഒരു ലോഡ് പണിയും തന്ന് ക്ലാസ് എടുക്കാനെന്ന പേരിൽ ഇവിടെ നിന്ന് എന്നും മുങ്ങുന്ന കുരങ്ങൻ ഭാഗവതരെ കൊണ്ട് തോറ്റു. എനിക്ക് വയ്യ ഇങ്ങനെ ചത്ത് പണിയെടുക്കാൻ. വീട്ടിലായിരുന്നേനെ ഇപ്പൊ കളിച്ച് നടക്കാമായിരുന്നു. എന്താടാ ആമക്കുട്ട, പണിയെടുക്കാതെ ഒരു കുശുകുശുപ്പ്? ആശാൻ എന്താ എന്നും ഇത്ര താമസിക്കുന്നത്? ആ, അത് പിന്നെ ഓരോ വീട്ടിലും ഓരോ സമയത്തല്ലേ ക്ലാസ്, പിന്നെ അവരുടെ സൽക്കാരം, അങ്ങനെ അങ്ങനെ. ഓ, അപ്പൊ മൂക്കറ്റും കഴിച്ചിട്ടാ വരുന്നത് അല്ലേ? ഞാനിവിടെ ഒരാൾ എന്തെങ്കിലും കഴിച്ചിട്ട് ദിവസങ്ങളായി. അറിയാമോ? എന്താ ഈ ഭരണിയിൽ? എനിക്ക് കഴിക്കാനുള്ളത് വല്ലതുമാണോ? ആ, ഏയ് അല്ലല്ല. എന്തായാലും നീ ഇതിൽ തൊട്ടു പോരുത്. എന്നാലും എന്താ
ഭരണിയിൽ വല്ല പാൽ പായസം ആയിരിക്കുമോ? എന്നാൽ ഞാൻ പോയി വൈകുന്നേരം വരാം. പറഞ്ഞ പണികളെല്ലാം ഞാൻ വരുമ്പോഴേക്കും തീർത്തു വെക്കണം. അതൊക്കെ ഞാൻ ചെയ്തു വെക്കാം ആശാനെ. പക്ഷേ ഒരു കാര്യം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എന്ത് കാര്യം? ആ ഭരണിയിൽ എന്താണ് നല്ല മണമുണ്ടല്ലോ. ഇന്നലെ കരടിച്ചേട്ടൻ തന്നത് ഈത്തപ്പഴമാണെന്ന് ഇവൻ അറിഞ്ഞ കുഴപ്പമാണ്. വരുമ്പോഴേക്കും ഭരണി കാലിയായിരിക്കും. ആ ഐഡിയ. എടാ, ഇത് കുറച്ച് വിഷക്കായികളാണ്. വിഷചികിത്സയ്ക്ക് മരുന്നുണ്ടാക്കാൻ പാമ്പുവേലായുധൻ ഏൽപ്പിച്ചതാ എന്നെ. ഇന്ന് രാത്രി ഇതുവഴി പോകുമ്പോൾ കൊണ്ടുപോയിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നിന്നോട് ഇതിൽ തൊട്ടുപോകരുതെന്ന് ഞാൻ പറഞ്ഞത്. ദൈവമേ, പറഞ്ഞത് നന്നായി. ഞാനിപ്പോ അതെടുത്ത് കഴിച്ചേനെ. ഇനി എന്തായാലും അതിന്റെ അടുത്തേക്ക് പോലും ഞാൻ പോകില്ല. ഗുഡ് ബോയ്. എന്നാൽ ഞാൻ പോട്ടെ. ഇതും പറഞ്ഞ് കുരങ്ങൻ ഭാഗവതർ നടന്നുപോയി. എനിക്ക് മനസ്സിലാവാത്തത് അതല്ല, ഈ പാമ്പ് വേലായുധൻ എങ്ങനെയാ വിഷക്കായകളെ കൊണ്ട് വിഷചികിത്സയ്ക്ക് മരുന്നുണ്ടാക്കാൻ പോകുന്നത്? എന്തായാലും ഭരണി തുറന്ന് ആ വിഷക്കായകൾ കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം. ഹായ്, ഈത്തപ്പഴം. അട കള്ളം ഭാഗവതരെ, എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ. ഇനി എന്തായാലും ഇതിൽ നിന്ന് ഒരു ഈത്തപ്പഴം പോലും ഭാഗവതർക്ക് കൊടുക്കില്ല. ഞാൻ മുഴുവനും കഴിക്കും. അയ്യോ, ഇനി ഭാഗവതർ വന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയും? എല്ലാം തീർന്നല്ലോ. ഐഡിയ. കുരങ്ങൻ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ആമക്കുട്ടൻ തറയിൽ ബോധം കെട്ടതുപോലെ കിടന്നു. ഇത് കണ്ടുവന്ന കുരങ്ങൻ ഭാഗവതർ ഞെട്ടി. മോനെ ആമക്കുട്ട, ആമക്കുട്ട, എന്ത് പറ്റിയടാ? എന്നോട് പൊറുക്കണം. ആ വിഷക്കായകൾ കഴിച്ച് ഞാൻ ഈ ലോകത്തോട് വിട പറയാൻ പോവുകയാണ്. ഞാൻ ആർക്കും ഒരു ഭാരമാകുന്നില്ല. എന്ത്? അത് മുഴുവൻ നീ കഴിച്ചോ? അതെ ആശാനെ, മുഴുവൻ ഞാൻ കഴിച്ചു. ഞാൻ ഇപ്പോ മരിക്കും. എന്നോട് ക്ഷമിക്കൂ. യവനെ ഞാൻ. അയ്യോ, തല്ലല്ല ആശാനെ. വിശന്നിട്ട് കണ്ണു കാണാൻ പറ്റാഞ്ഞിട്ടാ. സോറി. സാരമില്ല, എല്ലാം എന്റെ തെറ്റാണ്. അത് ഈന്തപ്പഴമാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് വേണ്ടി നീ ഒന്നെങ്കിലും ബാക്കി വെക്കുമായിരുന്നു. ഹാ, ഒറ്റയ്ക്ക് കഴിക്കാൻ വേണ്ടി നിന്നോട് ഞാനത് വിഷക്കായികളാണെന്ന് കള്ളം പറഞ്ഞത് കൊണ്ടാണ് അത് കഴിക്കാൻ എനിക്ക് യോഗമില്ലാതെ പോയത്. ഇതിലൂടെ ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നു. അത് നിന്നോട് കൂടി പറയുകയാണ്. കള്ളം പറയുന്ന ശീലം നന്മ വരുത്തുകയില്ല. അമ്മേ, എന്റെ ഡ്രോയിങ് ബുക്ക് കണ്ടിരുന്നോ? നീ ഇപ്പൊ വരച്ചിരിക്കാൻ പോവുകയാണോ? പഠിക്കാനൊന്നും ഇല്ലേ? പരീക്ഷയല്ലേ വരുന്നത്. ടീച്ചർ എന്നോട് ഇഷ്ടപ്പെട്ട ഒരു പക്ഷിയെ വരച്ച് കളർ ചെയ്ത് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാ. ഇതാണോ നിന്റെ കാണാതായ ഡ്രോയിങ് ബുക്ക്? നോക്കട്ടെ എന്താ നീ വരച്ചതെന്ന്. വൗ, അടിപൊളി, സൂപ്പർ. ഇതിനെയാണോ നീ രാത്രി സ്വപ്നം കണ്ടെന്ന് പറഞ്ഞത്? അതെ അതെ, നല്ല രസമല്ലേ ഇതിനെ കാണാൻ. ഇതുപോലൊരു മയിലിനെ നമുക്കും ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരിക്കും അല്ലേ? ഓ പിന്നെ, അതൊന്നും നടക്കുന്ന കാര്യമല്ല. മയിലിനെ ഒന്നും അച്ഛൻ വാങ്ങി തരില്ല. പക്ഷേ നമുക്ക് മുത്തശ്ശിയോട് ഒരു മയിലിന്റെ കഥ പറഞ്ഞു തരാൻ പറയാം. അത് ശരിയാ, വാ. മുത്തശ്ശി, നമുക്ക് ഈ കോഴികളെ പോലെ വളർത്താൻ ഒരു മയിലിനെ കൂടി വാങ്ങിയാലോ? മയിലിനെയോ? അതെന്താ പെട്ടെന്നൊരു പൂതി? ഇവൾ ഇന്നലെ ഒരു മയിലിനെ സ്വപ്നം കണ്ടു. അപ്പോൾ മുതൽ തുടങ്ങിയതാ. ഇന്ന് വേറെ ഏതെങ്കിലും ജീവിയായിരിക്കും സ്വപ്നം കാണുക. അപ്പോൾ മയിലുമായി ആ ജീവിയാവും. സോ സിമ്പിൾ. മുത്തശ്ശി, ഇത് കണ്ടോ? എന്നെ കളിയാക്കുന്നു. ആ മതി മതി, അവനൊരു തമാശ പറഞ്ഞതല്ലേ. മുത്തശ്ശി, ഞങ്ങൾക്കൊരു മയിലിന്റെ കഥ പറഞ്ഞു തരുമോ? അതിനെന്താ, വാ നമുക്ക് ഇവിടെ ഇരിക്കാം.
പണ്ട് പണ്ട് നമ്മുടെ മൂന്ന് സന്യാസി ഭരിച്ചിരുന്ന ഒരു കാടുണ്ടായിരുന്നു. അവിടെ ഉൾക്കാട്ടിൽ നിറയെ പൂക്കളുള്ള ഒരു വലിയ മരവും ആ മരത്തിൽ ഒരു മാന്ത്രിക ശക്തിയുള്ള കാണാൻ ഭംഗിയുള്ള ഒരു മയിലും ജീവിച്ചിരുന്നു. മാന്ത്രിക ശക്തിയുള്ള മയിലോ? സ്പൈഡർമാനെ പോലെയാണോ? ഓ, തുടങ്ങി അവൻ. മുത്തശ്ശിയെ ഒന്ന് കഥ പറയാൻ സമ്മതിക്കുമോ നീ പ്ലീസ്? ആ, അവൻ ചോദിക്കട്ടെ മോളെ. മയിലിന്റെ മാന്ത്രിക ശക്തി എന്താണെന്ന് അറിയാമോ? ഈ മയിലിടുന്ന മുട്ടകളെല്ലാം സ്വർണ്ണ മുട്ടകളായിരിക്കും. അങ്ങനെ ഒരു ദിവസം എന്തൊരു മനോഹരമായ ദിവസം! ഈ കാട് രാവിലെ കാണാൻ എന്ത് രസമാ! പെട്ടെന്നാണ് ഒരണ്ണാൻ അങ്ങോട്ട് നടന്നു വന്നത്. ഹലോ ഡിയർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അല്ല, എങ്ങോട്ടാ രാവിലെ തന്നെ? അപ്പോൾ നീ വരുന്നില്ലേ? ഇന്നല്ലേ സ്നേക്സ് പാർട്ടി? നിന്നെ കൂട്ടി ചെല്ലാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇല്ലടാ, ഒരു മൂടില്ല. നീ പോയിട്ട് വാ. ആ, പിന്നെ പോയി വരുമ്പോ കുറച്ച് ഗുലാബ് ജാം എടുക്കാൻ മറക്കല്ലേ. ഓ, ഇങ്ങനെ ഒരു കൊതിച്ചിപ്പാറു. വല്ല ഷുഗറും വരും കേട്ടോ. ആ, അതൊക്കെ പോട്ടെ. നീ വരുന്നില്ലെങ്കിൽ വരണ്ട. ഗുലാബ് ജാം അത് ഞാൻ കൊണ്ടുതരാം. പക്ഷേ നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്താ? നിന്റെ ഒരു സ്വർണ്ണമുട്ട തരണം. അവിടെ സ്നേക്സ് പാർട്ടി അലങ്കരിക്കാൻ വേണ്ടിയാണ്. നീ വന്നില്ലെങ്കിൽ എങ്ങനെയെങ്കിലും നിന്റെ സ്വർണ്ണമുട്ടയുമായി ചെല്ലാനാ എന്നോട് ആ പാമ്പേട്ടൻ പറഞ്ഞത്. പരിപാടി കഴിഞ്ഞ ഉടനെ ഒരു പോറലും കൂടാതെ തിരിച്ചെത്തിക്കാം. പോരെ പ്ലീസ്? ഐ എം വെരി സോറി മോനെ. ഞാനത് തരില്ലെന്ന് അവർക്കറിയാം, നിനക്കും അറിയാം. പാർട്ടിയാണെന്നൊക്കെ പറഞ്ഞ് പുതിയ അടവുമായി എത്തിയിരിക്കുകയാണല്ലേ. എനിക്കപ്പോഴേ തോന്നിയിരുന്നു. അതാ ഞാനില്ലെന്ന് പറഞ്ഞത്. എന്റെ സ്വർണ്ണമുട്ടകൾ ഞാൻ മൂന്ന് സന്യാസിക്ക് മാത്രമേ സമർപ്പിക്കുകയുള്ളൂ. അത് ഈ കാട്ടിലെ കൊച്ചു കൊച്ചു ഉറുമ്പുകൾക്ക് പോലും അറിയുന്നതാണ്. അതറിയാം. എന്നാലും അഥവാ ബിരിയാണി കൊടുത്താലോ? ഇതും പറഞ്ഞ അണ്ണാൻ അവിടെ നിന്നും പോയി. അങ്ങനെ അണ്ണാറക്കണ്ണൻ പാമ്പുകളുടെ കൊട്ടാരത്തിലെത്തി. ഹായ്, ഗുഡ് മോർണിംഗ് പാമ്പേട്ട. പാർട്ടിയായിട്ട് ആരെയും കാണുന്നില്ലല്ലോ. പാർട്ടിയൊക്കെ തരാം. ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞ സാധനം എവിടെ? എന്ത് സാധനം? ഓ, സ്വർണ്ണമുട്ട. സോറി, അത് അവള് തരുന്നില്ലെന്ന് പറഞ്ഞു. ഇത് കേട്ട പാമ്പിന് ദേഷ്യം വന്നു. ഗെറ്റ് ഔട്ട് ഹൗസ്. ഇപ്പൊ ഇറങ്ങിക്കോണം. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. എത്രയും പെട്ടെന്ന് ഗുണ്ടവിനുവിനെ വിളിച്ച് കാര്യങ്ങൾ സെറ്റാക്കാൻ പറയണം. ഹലോ, യെസ്, ഗുണ്ടവിനു സ്പീക്കിംഗ്. ഇത് ഞാനാടോ. ഞാനൊന്ന് പറഞ്ഞ കാര്യം അതിനി ഒട്ടും വൈകിപ്പിക്കേണ്ട. ഇന്ന് തന്നെ തീർത്തേക്ക്. യെസ് ബോസ്, ഇടം വല്ലം നോക്കാതെ ചെയ്തിരിക്കും. ചെന്നായ പാമ്പ് പറഞ്ഞതുപോലെ മയിലിന് വേണ്ട കെണിയൊരുക്കി കുറ്റിക്കാട്ടിലൊളിച്ചു. അയ്യോ, രക്ഷിക്കണേ, രക്ഷിക്കണേ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. അവസാനം നീ എന്റെ കെണിയിൽ കുടുങ്ങി. ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ പ്ലീസ്. നിന്നെ ഞാനൊന്നും ചെയ്യില്ല. നിന്നെ അങ്ങ് തട്ടിക്കളയാനാണ് പാമ്പേട്ടൻ പറഞ്ഞത്. അയ്യോ, എന്തിനെ? അവൻ നിന്റെ തൂവലോ മുട്ടയോ അങ്ങനെ എന്തൊക്കെയോ ചോദിച്ചപ്പോൾ നീ കൊടുത്തില്ല എന്നൊക്കെ കേട്ടു. അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ പ്രോബ്ലംസ്. സോറി, എനിക്ക് എന്റെ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ. പക്ഷേ നിന്നെ ഞാൻ തട്ടില്ല. പാമ്പേട്ടന്റെ അടുത്ത് നിന്ന് കാശ് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മുടെ അയൽവനത്തിലെ ആ മണ്ടനായ സിംഹരാജാവിനെ നിന്നെ വിറ്റ് ഞാൻ കാശാക്കും. ഇതും പറഞ്ഞ് ചെന്നായ മയിലിനെയും കൂട്ടി സിംഹരാജാവിനെ കാണാൻ പോയി. ചെന്നായ മയിലിനെ സിംഹരാജാവിന്റെ മുന്നിൽ ഹാജരാക്കി. വരണം വരണം. എവിടെയായിരുന്നു ഇത്രയും കാലം? ഏതാണ് ഈ മനോഹരമായ മയിൽ? ഇതിനു മുന്നേ കണ്ടിട്ടില്ലല്ലോ. പ്രഭു, ഇതൊരു മാന്ത്രിക മയിലാണ്. ഞാനിത് അങ്ങേക്ക് സമ്മാനമായി കൊണ്ടുവന്നതാണ്. മാന്ത്രിക മയിലോ? എന്താണ് ഇതിന്റെ പ്രത്യേകത? ഈ മയിൽ തിളങ്ങുന്ന സ്വർണ്ണ മുട്ടകളിടും. എന്ത്? തിളങ്ങുന്ന സ്വർണ്ണമുട്ടകളോ? അത് കൊള്ളാലോ. ഈ മയിലിനെ പറ്റി ഞാൻ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. കൊള്ളാം. മന്ത്രി, ഈ മയിലിനെ പിടിച്ച് ഒരു സ്വർണ്ണക്കൂട്ടിൽ തന്നെ ഇടുക. അതിന് കഴിക്കാൻ
ധാരാളം പഴങ്ങളും പച്ചക്കറികളും കൊടുക്കുക. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ പ്രഭു. ആലോചിക്കാൻ ഒന്നുമില്ല. അതിനെ കൂട്ടിലടച്ച് നമുക്കായി ഈ മനോഹര സമ്മാനം നൽകിയ ചെന്നായിക്ക് 100 കാട്ടുപണം കൊടുക്കുക. അങ്ങനെ കാട്ടുപണം വാങ്ങി കുറുക്കൻ അവിടെ നിന്നും സ്ഥലം വിട്ടു. ആ ചെന്നായി ഒരു പെരും കള്ളനാണ്. അവനെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? അവൻ ഞങ്ങളുടെ അയൽവനത്തിൽ നിന്നുള്ള ആളാണ്. ഒരു പക്ഷേ ഈ മയിൽ ഒരു ചാരനായിരിക്കണം. ഉള്ളിൽ രഹസ്യ ക്യാമറയുണ്ടോ എന്ന് വരെ എനിക്ക് സംശയമുണ്ട്. ആണോ? എന്നാൽ അതാദ്യം പറയണ്ടേ? ഇനി ഒന്നും ആലോചിക്കാനില്ല. എത്രയും പെട്ടെന്ന് ഇതിനെ തുറന്നുവിടുക. അങ്ങനെ സിംഹരാജാവ് പറഞ്ഞ പ്രകാരം മയിലിനെ തുറന്നുവിടാൻ തീരുമാനിച്ചു. എത്രയും പെട്ടെന്ന് എന്റെ വനത്തിൽ നിന്നും പറന്നു പോവുക. അല്ലാത്ത പക്ഷം നിന്നെ ഞാൻ ഇല്ലാതാക്കും. ഇത് കേട്ട മയിൽ പേടിച്ച് പെട്ടെന്ന് അവിടെ ഒരു സ്വർണമുട്ട ഇട്ടു. ഹായ്, സ്വർണമുട്ട. മയിൽ തന്റെ സ്വർണമുട്ടയെ എടുത്ത് ദൂരേക്ക് പറന്നുപോയി. ഇത് കണ്ട സിംഹരാജാവിന് മന്ത്രിയോട് ദേഷ്യം വന്നു. മന്ത്രി പറഞ്ഞത് പ്രകാരമാണല്ലോ സ്വർണമുട്ട ഇടുന്ന മയിലിനെ തുറന്നുവിട്ടത്. തനിക്ക് പറ്റിയ അമളി മനസ്സിലായി കുറുക്കൻ വേഗം തന്നെ അവിടെ നിന്നും തടി തപ്പി. ഈ സമയം മയിൽ പറന്ന് മൂങ്ങ സന്യാസിയുടെ വീട്ടിലെത്തി. നടന്ന കാര്യങ്ങൾ വിവരിച്ചു. മൂങ്ങ സന്യാസി തന്റെ കണ്ണുകൾ അടച്ച് മന്ത്രം ജപിച്ചു. മൂങ്ങ ദുഷ്ടനായ ആ പാമ്പിനെ ശപിച്ചു. അന്ന് മുതൽ പാമ്പിന് തന്റെ കൈകൾ നഷ്ടപ്പെട്ടു ഇഴഞ്ഞു നീങ്ങി. അതുപോലെ അന്ന് മുതൽ കുറുക്കനെ ആര് കണ്ടാലും കല്ലെറിയാനും മൂങ്ങ ആജ്ഞാപിച്ചു. അപ്പോ ആ മയിലോ? മയിൽ തന്റെ തെറ്റ് മനസ്സിലാക്കി അടുത്ത തവണ കൂടുതൽ ശ്രദ്ധ പുലർത്താൻ ശ്രമിച്ചു. എല്ലാവരെയും ചതിക്കുന്നവനെ വീഴ്ത്താൻ ഒരാൾക്കെങ്കിലും ആവും. ആലോചിക്കാതെ പ്രവർത്തിക്കരുത്. എല്ലാവരും ഇന്നലെ കൊണ്ടുവരാൻ പറഞ്ഞ വിത്തുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ? കൊണ്ടുവന്നിട്ടുണ്ട് ടീച്ചർ. ഗുഡ്. എന്നാൽ നമുക്കെല്ലാവർക്കും വിത്ത് നടാൻ പോവുകയല്ലേ? കമോൺ. എല്ലാവരുടെ ചട്ടികളുടെ മുകളിലും നമ്മുടെ പേരുണ്ട്. കണ്ടില്ലേ? അലക്സ്. അതെ, എന്റെ ചട്ടിയിലുമുണ്ട്. ജാമിയ, ടോമിക്കുട്ടൻ. കുട്ടികളെ, എല്ലാവരും ഇവിടെ നോക്കിക്കേ. അവരവരുടെ പേരെഴുതിയ ചട്ടികൾ കിട്ടിയില്ലേ? കിട്ടി ടീച്ചർ. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കൊണ്ടുവന്ന വിത്ത് ആ ചട്ടികളിലെ മണ്ണിൽ കുഴിച്ചിടുക. ആദ്യം ടീച്ചർ കാണിച്ചു തരാം. അതുപോലെ ചെയ്താൽ മതി. എല്ലാവരും 2 കൈകളിലും ഗ്ലൗസ് ധരിക്കുക. എന്നിട്ട് ചെടിച്ചട്ടിയിലെ മണ്ണിൽ അല്പം നീക്കുക. ദാ ഇതുപോലെ. എന്നിട്ട് അതിനുള്ളിൽ നിങ്ങളുടെ വിത്ത് നിക്ഷേപിക്കുക. എന്നിട്ട് നീക്കിയ മണ്ണ് അതിന് മുകളിൽ ഇടുക. മനസ്സിലായോ എല്ലാവർക്കും? മനസ്സിലായി ടീച്ചർ. ഇനി എല്ലാരും ആ ടേബിളിൽ വരി വരിയായി നിങ്ങളുടെ ചെടിച്ചട്ടി കൊണ്ടുവച്ചേ. നമ്മൾ എന്തിനാണ് എല്ലാവരുടെയും ചെടിച്ചട്ടികൾ പുറത്തു കൊണ്ടുവച്ചതെന്ന് മനസ്സിലായോ? ടീച്ചർക്ക് കണ്ടോണ്ടിരിക്കാൻ. മിണ്ടാതെ നിൽക്ക്, ടീച്ചർ പറയട്ടെ. ശുദ്ധവായുവും സൂര്യപ്രകാശവും നേരിട്ട് ലഭിക്കാനാണ് ഇവിടെ കൊണ്ടുവച്ചത്. ചെടികൾക്ക് വളരണമെങ്കിൽ ശുദ്ധവായുവും സൂര്യപ്രകാശവും വേണം. അത് മാത്രം പോരാ, എല്ലാ ദിവസവും നമ്മൾ നനച്ചു കൊടുക്കുകയും വേണം. അപ്പോൾ ചെടികൾക്ക് വളരാൻ എന്തൊക്കെ വേണം? ശുദ്ധവായു, സൂര്യപ്രകാശം, വെള്ളം. ഗുഡ്. ഇനി എല്ലാവരും അവരവരുടെ ചെടിച്ചട്ടികൾ നനയ്ക്കൂ. ടീച്ചർ, ഈ വിത്തുന്ന വീട്ടിൽ കൊണ്ടുപോകുമ്പോഴേക്കും വലുതാവുമോ? ഇല്ലില്ല, ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതുപോലെ ശുദ്ധവായുവും സൂര്യപ്രകാശവും കിട്ടുന്നുണ്ടോ എന്ന് കൂടി നോക്കുക. വിത്തിനെ സംരക്ഷിക്കുക. ഇത്രയും ചെയ്താൽ അത് ഉടൻ ചെടിയായി പുറത്തു വരും.
മുളച്ചു, ചെറിയ ചെടിയായി. എന്റെ വിത്ത് മുളച്ചിട്ടുണ്ട്. അതെന്താ എന്റെ വിത്ത് മാത്രം മുളയ്ക്കാത്തത് ജോമി? നീ എല്ലാ ദിവസവും നനച്ചു കൊടുത്തിട്ടുണ്ടാവില്ല. ടീച്ചർ പറഞ്ഞിട്ടില്ലേ എല്ലാ ദിവസവും നനച്ചു കൊടുക്കണമെന്ന്? ഉണ്ട്, ഞാൻ എല്ലാ ദിവസവും വന്ന് നനയ്ക്കുന്നതല്ലേ. അലക്സ്, നീയും കണ്ടതല്ലേ? ശരിയാണ്, അവനും എല്ലാ ദിവസവും വന്ന് നനച്ചിട്ടുണ്ട്. എന്തായാലും സാരമില്ല, നീ ടെൻഷൻ ആവാതെ സമാധാനപ്പെട്. ഏതായാലും നനയ്ക്കുന്നത് നിർത്തണ്ട. 2 ദിവസം കൂടെ നമുക്ക് നോക്കാം. ടീച്ചർ പറഞ്ഞതുപോലെ വെള്ളവും ശുദ്ധവായുവും സൂര്യപ്രകാശവും നമ്മുടെ സ്നേഹവും കൂടി നമുക്ക് ഒരുമിച്ച് കൊടുക്കാം. ശരിയാണ് അലക്സ് പറഞ്ഞത്. നമുക്ക് 1-2 ദിവസം കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം. ഓടിവായോ, എന്റെ മാവും അല്ല എന്റെ വിത്തും മുളച്ചേ. കൺഗ്രാറ്റുലേഷൻസ് ടോമി. കണ്ടില്ലേ, ക്ഷമ വിജയത്തിന്റെ ആദ്യ പാഠമാണ്. നല്ല ക്ഷമ ഉണ്ടായിരിക്കുക എന്നതാണ് ഏറ്റവും അത്യാവശ്യം. നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യുന്ന കാര്യം എന്തായാലും അത് വിജയകരമായി പൂർത്തിയാക്കുക എന്നതാണ് പ്രധാനം. താങ്ക് യു അലക്സ്.